ഫിലിംസാണ്. അപ്പോൾ ഈ ഷോർട്ട് ഫിലിംസുകളൊക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ കഴിഞ്ഞൊരു 2004 മുതൽ 2000 ഇതുവരെയുള്ള സമയം മുഴുവൻ നമ്മൾ ഉപയോഗിച്ചത് അത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ ഇത്രയും വർഷം എടുക്കുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ സിനിമ കൊണ്ടുപോയി കാണിച്ച് അവരെ അഭിപ്രായം അറിഞ്ഞ് അങ്ങനെ നമ്മൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ നമുക്ക് 10 കൊല്ലത്തോളം സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആളുകൾ കാണാത്ത ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് താനും കേരളത്തിൽ, ഈ ഷോർട്ട് ഫിലിംസ്, തട്ടുംപുറത്തപ്പൻ ഉൾപ്പെടെയുള്ള ഷോർട്ട് ഫിലിംസ് തന്നെ. അപ്പോൾ ഈ ഒരു അവാർഡും ഈ ഒരു അറ്റൻഷനും ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിംസുകളും ക്രൈം നമ്പർ 89 ഉൾപ്പെടെയുള്ള എല്ലാ സിനിമകളും ആളുകൾ കൂടുതൽ കാണാനുള്ളൊരു സാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് ഈ ഒരു അവാർഡ് വളരെ വലിയ തരത്തിൽ ഗുണപരമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ അവാർഡ് ഇല്ലെങ്കിലും CR നമ്പർ 89 പറയാനുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് 100% കോൺഫിഡൻസും ഉണ്ട്. അതിപ്പോൾ അവാർഡുകൾ, ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടാത്ത സിനിമകളും കിട്ടിയ സിനിമകളും അതുകൊണ്ട് മികച്ചതാവുന്നു എന്ന് ഞാനും വിചാരിക്കുന്നില്ല. ഒരു സിനിമയ്ക്ക് നിങ്ങളുമായിട്ട് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ സിനിമകളൊക്കെ വരും മുതൽ ക്രൈം നമ്പർ 89 വരെയുള്ള ഓരോ സിനിമകളും വളരെ കൃത്യമായി നമ്മളൊരു സബ്ജക്റ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന് ചിലതിന് അവാർഡ് കിട്ടിയിട്ടുണ്ടാവാം, ചിലതിന് അവാർഡ് കിട്ടാതെയും ഇരുന്നേക്കാം. എന്നാലും ആ സബ്ജക്റ്റിനോടും ആ സിനിമകളോടും എനിക്ക് ഇപ്പോഴും കൃത്യമായ താല്പര്യം ഒരേപോലെ തന്നെയാണ്. ഈ അവാർഡ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ അറ്റൻഷൻ ലഭിക്കുന്നു, അതോടൊപ്പം കൂടുതൽ ആളുകൾ നമ്മുടെ സിനിമ കാണാൻ ഉപകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പ്രധാനമായിട്ടും നമുക്ക് കൃത്യമായൊരു സബ്ജക്റ്റാണ് ഏറ്റവും വലിയ പ്രധാന ഘടകമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പുള്ളൊരു സബ്ജക്റ്റ് പറയാൻ ആവശ്യമായ സമയം എന്നാണ്. അപ്പോൾ ഈ തട്ടുംപുറത്തപ്പൻ വരെയുള്ള സിനിമകൾ, ആദ്യത്തെ സിനിമ 17 മിനിറ്റ് ആയിരുന്നെങ്കിൽ തട്ടുംപുറത്തപ്പൻ വരുമ്പോൾ 50 മിനിറ്റാണ് ദൈർഘ്യം. അപ്പോൾ ഈ ദൈർഘ്യം നമ്മൾ മുൻകൂട്ടി കണക്കാക്കിയിട്ട് അതിനുള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഷൂട്ടിങ്ങിന് ഒരു ലക്ഷണമൊത്ത സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കുന്ന ഒരു രീതി എൻ്റെ ലൊക്കേഷനിലില്ല. നമ്മുടെ കയ്യിലൊരു സബ്ജക്റ്റ് ഉണ്ട്, എനിക്ക് അത് ഇന്ന രീതികളിലൂടെ പറഞ്ഞ് ഇങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളൊരു ധാരണയുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ആക്ടേഴ്സിനെയൊക്കെ വെച്ചുകൊണ്ട് ഇംപ്രവൈസിങ്ങിലൂടെ ആ സംഭവം കൃത്യമായിട്ട് ഷൂട്ട് ചെയ്തെടുക്കുകയാണ് പതിവ്. അപ്പോൾ പലപ്പോഴും നമ്മൾ എഡിറ്റിംഗ് ടേബിളിൽ നിന്നാണ് ഈ സിനിമയുടെ ലെങ്ത്ത് നമ്മൾ കൃത്യമാക്കുന്നത്. അപ്പോൾ നമ്മളത് സിനിമയാണോ നമ്മൾ ഷോർട്ട് ഫിലിമാണോ പിടിക്കുന്നത് എന്നുള്ളത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത്ര ഷാർപ്പ്നെസ് ഉണ്ടാവാറില്ല. നമ്മൾ പിടിക്കുന്നത് സിനിമയാണ് ആത്യന്തികമായിട്ട്. അത് ചിലത് 17 മിനിറ്റാണ് ഉണ്ടാവുള്ളൂ, ചിലത് നമ്മൾ 1 മണിക്കൂറുണ്ടാവാം, ചിലത് 2 മണിക്കൂറും ഉണ്ടാവാം. അപ്പോൾ ഈ സബ്ജക്റ്റ് ഇപ്പോൾ ഫീച്ചർ ഫിലിം എന്ന കാറ്റഗറിയിൽ വരുന്നത് എഡിറ്റിംഗ് ടേബിളിൽ നിന്നാണ്. അപ്പോൾ അതിനു മുമ്പ് വരെ ഞങ്ങൾ അതുവരെ ചെയ്ത പോലത്തെ ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ള ധാരണ മാത്രമാണുള്ളത്. അപ്പോൾ എന്താ പറയുക, സമയത്തിൽ ഞാൻ അത്ര വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മാത്രം. ഇതിന് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല, നമ്മൾ ഒരു ഓർഡർ ഉണ്ടായിരുന്നു, ഒരു സീൻ ഓർഡർ നമ്മുടെ ഉള്ളിലുണ്ട്. ഇന്ന സീൻസ് അങ്ങനെ നമ്മൾ പടം ഇങ്ങനെ അവസാനിക്കും, ഫസ്റ്റ് ഷോട്ട് മുതൽ എൻഡ് ഷോട്ട് വരെ ഉള്ളിലൊരു ഷോട്ട് ഓർഡറും ഉണ്ട്. ബാക്കി ഡയലോഗ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇംപ്രവൈസ് ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ്. ചില ക്ലൂ ഡയലോഗ്സ് മാത്രം നമ്മൾ സെറ്റ് ചെയ്തിരിക്കും, വളരെ അത്യാവശ്യമുള്ള ഡയലോഗ്സ് മാത്രം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ബാക്കിയെല്ലാം നമ്മളവിടെ ലൊക്കേഷനിൽ നിന്ന് ഇംപ്രവൈസ് ചെയ്ത് എടുക്കുന്നതാണ്. ഞാനെടുക്കുന്ന ഈ ഷോർട്ട് ഫിലിംസുകളൊക്കെ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്തത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എനിക്കറിയുന്ന അഭിനേതാക്കളാണ്, എൻ്റെ നാട്ടുകാരായിട്ടുള്ള ആളുകളാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്. പലപ്പോഴും ഷോർട്ട് ഫിലിംസ് ചിലത് ഞാൻ തന്നെയാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിവരെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഇവരെ അറിയുന്ന ആളുകളായതുകൊണ്ട് ഈ സബ്ജക്റ്റൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ ആ ക്യാരക്ടറും ആ കഥകളും ഉണ്ട്. അപ്പോൾ എനിക്ക് കുറേ കൂടി എളുപ്പമുണ്ട്. പിന്നെ ഈ ഞാൻ തന്നെ ക്യാമറ ചെയ്യുന്ന സംഭവങ്ങളാകുമ്പോൾ അഥവാ നമ്മൾ തെറ്റിപ്പോയി കഴിഞ്ഞാലും ഇവരെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ വീണ്ടും ഷൂട്ട് ചെയ്യും. നമ്മൾ മുഖ്യധാരയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് നമ്മൾ മറ്റ് താരങ്ങളെയൊക്കെ വെച്ചും കൊണ്ട് സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാകുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ആ വർക്ക് മുഴുമിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം താരങ്ങൾ പല സമയങ്ങളിൽ ആളുകൾ പല സമയത്താണ് വരുന്നത്, അവരെ അങ്ങനെ എളുപ്പം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ വരുന്ന സമയത്തിനുള്ളിൽ അവരുടെ ആ ഷോട്ട്സ് കൃത്യമായി എടുത്തിട്ട് അവരെ വിട്ടാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിന് കൃത്യമായൊരു സ്ക്രിപ്റ്റ് ആവശ്യമാണ്. നമ്മുടെ ഈ സിനിമകൾ ഇതുവരെ പ്രവർത്തിച്ച് വന്ന രീതി കൊണ്ടാണ് നമുക്കിത് ആവശ്യമല്ലാതെ വരുന്നത്. ഈ ആളുകളൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടി വന്നാൽ നമ്മൾ പോയിട്ട് വീണ്ടും റീഷൂട്ട് ചെയ്യാൻ തയ്യാറുമാണ്. അതിന് നമുക്ക് അത്ര പണച്ചെലവും വരുന്നില്ല.
അതുകൊണ്ടുകൂടി പിന്നെ എൻ്റെ ഉള്ളിൽ ഈ ഷോട്ടുകൾ ഉള്ളതുകൊണ്ട് ഞാനത് കൃത്യമായിട്ട് അത് തന്നെ എടുക്കും. അത് നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂടിയാണ്. ഇത് ആളുകൾ തരുന്നതാണ്, നമുക്കത് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കത് അവാർഡ് ഉണ്ടെങ്കിലാണ് അംഗീകരിക്കുന്നുള്ളൂ എന്നുള്ളത് അവരുടെ പ്രോബ്ലമാണ്. നമ്മൾ ചെയ്ത പ്രോഡക്റ്റ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തട്ടുംപുറത്തപ്പനായാലും ശരി, ക്രൈം നമ്പർ 18 ആയാലും ശരി, അതിന് അവാർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ സബ്ജക്റ്റും ആ സിനിമയും അവിടെ ഉണ്ടാകുമായിരുന്നു. അത് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. അവരാണത് തരേണ്ടത്, നമ്മളത് ഡിമാൻഡ് ചെയ്യേണ്ടതല്ല. തീർച്ചയായിട്ടും അത് ആ സിനിമ കണ്ടിട്ട് അവർ തരുന്ന അംഗീകാരം ഏതാണെന്ന് വെച്ചാലും നമുക്കത് സ്വീകരിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ നമ്മൾ കുറേ സിനിമകൾ ഇപ്പോൾ ടെലിവിഷൻ പ്രോഗ്രാമായിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഡക്കാലോഗ് സിനിമകൾ. അതുകൊണ്ട് ആ സിനിമ മോശമാവുന്നില്ല, അത് ക്ലാസിക്കുകളിലൊന്നാണ്. അതിപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഫീച്ചർ ഫിലിമാണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിക്ക് നമ്മളത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. നിങ്ങൾ ഏത് സബ്ജക്റ്റ് ഏത് രീതിയിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്തു, നിങ്ങളുടെ നിലപാടെന്താണ്, നിങ്ങൾ ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാനിപ്പോഴും അതിലാണ് വിശ്വസിക്കുന്നത്. സിനിമ നാളെ നമ്മൾ എടുക്കുന്ന സിനിമകളും ഒരുപക്ഷെ ഈ ആശയത്തിൽ നിന്നല്ലാതെ എനിക്ക് വേറെ സിനിമ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.